ഹലോ, അനന്തുവാണ്, തരംഗം മീഡിയ. അപ്പോൾ അതെ, നമ്മൾ ഇന്നൊരു മീൻപിടുത്തം കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇന്ന് ഞായറാഴ്ചയാണ്, വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല, ജോലിയൊന്നുമില്ല, ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര പോകേണ്ടതുകൊണ്ട് ഞാൻ ഉച്ചയായി വന്നപ്പം വീട്ടിലെല്ലാവരുമായിട്ട്. അപ്പോൾ ഇന്ന് ആ കുളം നമ്മൾ പറ്റിച്ചില്ല എങ്കിൽ അടുത്ത ദിവസം കണ്ടത്തിൽ കൃഷിയും കാര്യങ്ങളെല്ലാം വേണ്ടി ട്രാക്ടർ ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്, വെള്ളം പിന്നെ അടിച്ചൊഴിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഇന്ന് തന്നെ പറ്റിക്കണം. അപ്പോൾ നമ്മൾ മോട്ടറൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാം. വൈകിട്ടാണെങ്കിൽ നമ്മൾ ഇരുട്ടാവണം, ലൈറ്റും എല്ലാം ആയിട്ട് ഇന്ന് നമുക്ക് പിടിക്കാവുന്ന മാക്സിമം മീൻ പിടിക്കാം. അമ്പാടി എല്ലാം ഉണ്ട്, അമ്പാടി അവിടെ ഉണ്ട്, നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. അപ്പം നേരെ സമയം കളയുന്നില്ല, നേരെ മീൻപിടുത്തത്തിലേക്ക് വാ. അപ്പോൾ അതേ മച്ചാൻ അപ്പോൾ അതേ നമ്മൾ പോവാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ പറമ്പിൽ കൂടി തന്നെയാണ്. സന്ധ്യയായി കേട്ടോ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ എല്ലാം താമസിച്ചു. അപ്പോൾ ഇവനും വേറെന്തോ പരിപാടിയൊക്കെ ആയിട്ട് പോയിരിക്കുമായിരുന്നു. അങ്ങനെ താമസിച്ചു. ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 5 മണി സമയമായി, എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ. അതേ നമ്മളങ്ങോട്ട് എല്ലാമായിട്ട് പോവുകയാണ്. നമ്മുടെ കണ്ടത്തിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ തന്നെ കുഴിയാണ് കേട്ടോ. കുഴിക്കാണ് നമ്മളവിടെ വർഷങ്ങളായിട്ട് ഇത് ഒരാൾ താഴ്ച ഉള്ളതുകൊണ്ട് നമ്മൾ വിതയ്ക്കുന്ന ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതേ കാശിയുണ്ട്. എടാ അമ്പാടി ഇവനോട് കയറ്റി വെച്ചേ. അതേ കാശിയുണ്ട്, കാശി പോകുന്നു. അമ്പാടി താണ്ട മുന്നേ പോകുന്നു. അപ്പം ഞാൻ അതേ പുറകെ സ്റ്റാൻഡൊക്കെ ആയിട്ട് ഉണ്ടോ, ലൈറ്റ് സ്റ്റാൻഡൊക്കെ വേണം, വൈകിട്ട് വേണ്ടേ. അപ്പം അങ്ങോട്ട് പോവാം. അതേ അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ് കേട്ടോ. അപ്പം അതിൻ്റെ പുറകെ കൂടി തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ വഴിയുണ്ട്. അപ്പം നേരെ അങ്ങോട്ട് പോവാം. നിങ്ങൾ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ് വേണ്ടേ, ഇതാണ് കേട്ടോ നമ്മുടെ മീൻകുഴി. അതെ ഇത് നിറച്ചും വെള്ളമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കണ്ടം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ നോക്കാൻ വേണ്ടി രാത്രിയിൽ ഇറങ്ങിയ കണ്ടം കണ്ടോ. സന്ധ്യയായി കണ്ടോ. അപ്പം കണ്ടോ, ഇതിനകത്ത് മീൻ മറിയുന്നുണ്ട് കേട്ടോ. മീൻ മറിയുന്നുണ്ട്. ഇതിനകത്തെല്ലാം മീൻ കാണും കേട്ടോ. എങ്ങനെയാണെന്നറിയത് ഒരെണ്ണത്തിന് അവൻ കോരി പിടിച്ചു കേട്ടോ, കാരി കണ്ടോ. ബാക്കി നമുക്ക് പിടിക്കണം. അതേ ഇതിനകത്ത് മീനുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ചാല് വെച്ച് കൊടുത്ത് ഇങ്ങോട്ട് വെള്ളം ഒഴുക്കി ഇങ്ങോട്ട് പോകുന്ന കഴിയും. ഇതിനകത്താണ് മീൻ കിട്ടാൻ ചാൻസ്. കണ്ടേ, അവിടെ ഒരു വാളയാ. അതെ ആ, അതൊരു വാളയാ. ആ നാണ്ട കണ്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഇന്നത്തെ പിടിക്കേണ്ട സെറ്റപ്പ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പറ്റണം. നമ്മൾ കുറേ നേരമായി ഇത് വെച്ചിട്ട് കേട്ടോ, മോട്ടർ വെച്ച്, അതാണ് ഇത്ര പറ്റിയത്. അപ്പോൾ പറ്റി കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം കേട്ടോ. ഞാൻ കാശി ഒന്ന് ഇറക്കിക്കോട്ടെ. അവൻ അവിടെ കിടന്ന് വഴക്കാം, അവന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അല്ലെ പിന്നെ വഴക്കായിരിക്കും. ബാ ഇറങ്ങി വാ. ഇപ്പോൾ മച്ചന്മാരെ അതേ ഇത്രയും പറ്റിയിട്ടുണ്ട്. നമ്മളപ്പോൾ മോട്ടർ നിർത്തി കേട്ടോ. കാരണം അതേ അവൻ അവിടുന്ന് ചാല് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ചാല് വെച്ച് കൊടുക്കുമ്പോൾ ഈ വെള്ളം എല്ലാം ഇങ്ങനെ ഒഴി വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മീൻ വരേണ്ടതാണ്. പക്ഷേ ഇത്ര വെള്ളം പറ്റുകൊണ്ട് കയറി വരുമോ എന്നറിയത്തില്ല. അപ്പോൾ ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് ഓഫ് ചെയ്തിട്ടിരിക്കുക. ആ വെള്ളം ഒന്ന് വന്നു കഴിയുമ്പോൾ ഇവിടെ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഓടിക്കാം. അപ്പം മീനിനകത്തുണ്ട്. ഞങ്ങളിപ്പോൾ കണ്ണിന് കുറച്ച് കണ്ടു, ബാക്കി ഇനിയും പറ്റി വരുമ്പോൾ അറിയാം. അപ്പോൾ നമുക്ക് ഇത് പറ്റട്ടെ. പറ്റി കഴിയുമ്പോൾ ബാക്കി മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കേ. അപ്പോൾ മച്ചാന്മാരതേ അങ്ങനെ രാത്രിയായി കേട്ടോ. അപ്പോൾ നമ്മളിത് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അമ്പാടി അവിടെ അത് തെളിക്കുന്ന. ഞാനും കാശിയും ഇവിടെ ഇരിക്കുക കേട്ടോ. കാരണം ഞാൻ ഇന്ന് ഒത്തിരി യാത്ര കഴിഞ്ഞ് വന്നുകൊണ്ട് ചെറിയ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഞാൻ ഇറങ്ങുന്നില്ല. അപ്പോൾ അവനും പറഞ്ഞ് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കരക്കിതേ നിൽക്കുന്ന. അവനവിടെ വയ്ക്കുന്നത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരു ശകലം കഴിഞ്ഞിട്ട് വേണം ഇനി ഓടിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് മീൻ കിട്ടുമോ, ഇതിനകത്ത് സാധനം കിടപ്പുണ്ട്, നമുക്ക് എത്രത്തോളം പിടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ബാക്കി ഇത് കഴിഞ്ഞിട്ട് ഓടിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ബാക്കി നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് വേണ്ടേ മീൻ പിടുത്തോ ഗൈസ്. വേണ്ടേ ഇങ്ങോട്ടൊരു ചെറുമീനോ വരാലോ വേണ്ടി കയറിപ്പോയെന്ന് അവൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ അപ്പുറത്ത് കാണാം, അവിടെ പറ്റിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ അവൻ തപ്പുക.
എന്നാടാ അവൻ പേടിച്ച് ഗായ്സ്. എന്തോ വലിയ മീനാ കേട്ടോ. എനിക്കൊന്ന് വരാലോ ചെറുമീനായിരിക്കും. അതിനെ പിടിക്കാനുള്ള തത്രപ്പാടിലാണ് ഗായ്സ്. എന്ത് വന്നാലും ഇവൻ പിടിക്കുമെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, കിട്ടുവാടാ. ആകെ ഞാൻ പേടിച്ചു വന്നാ കൈയിടുന്നതിനത്. അപ്പോൾ ദേ നമ്മൾ പയ്യെ മീൻപിടുത്തം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. കാരിയാണ് കൂടുതൽ. അപ്പോൾ ദേ പിടിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്തുമാത്രം മീൻ കിട്ടിയെന്നറിയാം. ഇപ്പോൾ അതേ പിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കാര്യമാണ്. അപ്പോൾ അത് കാരണം ശ്രദ്ധിച്ച് പിടിച്ചില്ലേ കുത്തു കൊണ്ടുകഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും. നമുക്ക് ഓരുന്നുണ്ട്. അപ്പോൾ ദേ അങ്ങോട്ട് മാറി 2 ചെറുമീനെ വരാലാണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടി നോക്കണം. മീൻപിടുത്തതേ അമ്പാടിയുണ്ട്, കാശിയുണ്ട്. കാശി ഒരു ഹായ് കൊടുത്തേക്ക്. കാശിയുണ്ട്. ഇത് കൊച്ചിച്ചൻ്റെ മോനാ കേട്ടോ, ഗോവിന്ദ്. പിന്നെ ദേ അവിടെ വൈഫ് നിൽപ്പുണ്ട്, കൊച്ചിച്ചൻ്റെ വൈഫ് ആൻറ്റി നിൽപ്പുണ്ട് കേട്ടോ. വെട്ടത്തിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്, അവരെ കാണാൻ പറ്റാത്ത. കാശി നേരെ എന്നേ കാണാൻ നിൽക്കുന്നവർക്കാ. ആ അത് തന്നെ, അത് റെഡിയാക്കിയായിരുന്നു. അപ്പോൾ ദേ മച്ചാൻ വരെ ഞാൻ മോട്ടർ ഒന്നുകൂടെ ഓണാക്കാൻ പോട്ടെ, വെള്ളം വീണ്ടും ആയി. ഓണാക്കട്ടെടാ. അങ്ങനെ നമ്മൾ മോട്ടർ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വരാലിനെ ഒന്നും നമുക്കിതുവരെ പിടിക്കാൻ കണ്ണിന് കണ്ടില്ല. നമ്മൾ ഈ കണ്ടത്തിന് നടുക്കെ നമ്മുടെ ആ ഒരു ഭാഗമായതുകൊണ്ട് മിന്ത് ഒരുപാട് വരുന്നുണ്ട്. ഇല്ല, ആ കൊട്ടയ്ക്കകത്ത് മീൻ കയറുന്നുണ്ടോ തോന്നറ. ഇതിനകത്ത് മീനുണ്ട്. ആ കാശി തെന്നി വീഴല്ലേ. എന്നാ മീനാണോ? അത് പറ്റി. ഏ ആ കൊട്ടയുടെ സൈഡിൽ ഊള കയറുന്നോണ്ടാ. ആ ഹാ
നമ്മളെ ആ മോട്ടറിൻ്റെ അകത്ത് മറ്റേ ചേറോ ഇലച്ചിലോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കൊട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊട്ടയ്ക്കകത്ത് ഇപ്പോൾ മീൻ കയറിയെന്ന്. നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒന്ന് പറ്റിച്ചിട്ട് നമുക്ക് ആ കൊട്ട പൊക്കാം. എന്നിട്ട് നമുക്ക് ആ കൊട്ടയ്ക്കകത്ത് മീൻ എടുക്കാം ആദ്യം. അത് കഴിഞ്ഞ് ബാക്കി തപ്പാം. ഓണാക്കട്ടെ? വെള്ളം എടുക്കുന്നുണ്ടോ? ആ ഓടാ. ഞാനിവിടെ നിൽക്കുക. ആ ചെറുതൊക്കെ കയറി ഇറങ്ങി പൊക്കോട്ടറാ. നമുക്ക് വലുത് മാത്രം പിടിച്ചാൽ മതി. മാളുവിന് കട്ട് ചെയ്തോ. അപ്പോൾ അതേ മച്ചന്മാരെ ഇത്രയും കാര്യം ഇതാണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയ കേട്ടോ. ഫസ്റ്റ് ആ മോട്ടർ വെച്ച കൊട്ടയ കേട്ടോ, അതിൻ്റെ അകത്ത് കിടന്നാണ്. ഇനി പിടിക്കാനായിട്ട് കിടപ്പുണ്ട്. ഇതൊന്ന് എടുത്തിട്ട് ബാക്കി നമുക്ക് പിടിക്കാം. കണ്ടോ, നല്ല അടിപൊളി കാര്യമാണ്. ചെയ്യണോ? ഓണാക്കട്ടെടാ. അമ്പാടി എന്നെ പുട്ടുപാലും നേരെ വെക്കടാ. കാശി ഓടാതെ കൊച്ചേ. അത് നേരെ വെക്ക്, നേരെ വെക്ക് മറ്റേ കുറ്റി. അത് പറ്റിക്കഴിയുമ്പോൾ ആ ഫുട്ബോൾ താവട്ടിട്ടാ അപ്പൊ ഓഫ് ആയിക്കോളും. അതിരിക്കാം. കാശി കിടന്ന് മറിയാണ് ഗൈസ്. കണ്ട, കാശിക്ക് മീൻപിടുത്തം ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഉച്ചച്ചനും വന്നു കേട്ടോ. അച്ഛൻ്റെ അനിയനാണ്. ഉച്ചച്ചനുണ്ട്, ഉച്ചൻ്റെ മോനുണ്ട്, കാശിയുണ്ട്. വൈഫാണ് കേട്ടോ ക്യാമറ എടുക്കുന്നത്. അവിടെ ഒന്ന് വെട്ടടിച്ചാണ്ടാവേ. ഇത് വരാനല്ലേ ദൈ വരുന്നത്. ഇവിടെ അങ്ങോട്ട് വന്ന അത് ചിലപ്പോൾ കുഴി കയറി പോകും. എന്ത് ഞാൻ പിടിക്കാം. ഞാൻ കണ്ട് ഗൈസ്, ഞാൻ ഇറങ്ങുക കേട്ടോ. ചേറാണ് എന്നാലും എനിക്ക് വയ്യ.
കണ്ടോ വരാലാണ് ഗൈസ് വരാലാണ് ഒരെണ്ണത്തിനെ പിടിച്ചേട്ടാ. ഇല്ല കാശി ഇറങ്ങണ്ട, ചേറാ പോ. ഇല്ല അച്ഛ ഇറങ്ങ, അച്ഛക്ക് ഇത്ര ഇതുണ്ട് ഹൈറ്റ്, ഇത് ഇതാ ചേറാ, എനിക്ക് പേടിയാ. ഗൈസ് വരാല്ലേ, കണ്ടോ ചെറുതാണേ. നമുക്ക് അടുത്തന്നെ പോക്കാം വാ. ഏതായാലും ചെളിക്കകത്ത് ഇറങ്ങി. ഞാൻ കാര്യം പിടിക്കത്തില്ല, എനിക്ക് വയ്യ. ഇതിങ്ങനെ വെച്ചിരിക്കുന്നതാണ് അത് വന്ന് അടിഞ്ഞാണ് ഇത്? ഇല്ല അതങ്ങനെ വെച്ചതാ. അല്ല ഒരു തരങ്ങ് കൊണ്ടുപോകണേ. നല്ല ചേറാണ്. ഇതെന്തോ കാര്യല്ലേ? ഞാൻ ഒന്നിനെ വെച്ച് പിടിക്കട്ടെ, ഇതെല്ലാം കൂടെ പറക്കാൻ പറ്റും. ചെമ്പല്ലിയെങ്കിലും പിടിക്കും കൈ കൊണ്ട്. അങ്ങോട്ട് ചാടേ. അല്ലല്ല ചെമ്പല്ലി. കാശി തെന്നി വീഴല്ലോ കൊച്ചേ. ഗൈസ് മുഴുവൻ ചെളിയാണ്. ഇത് അങ്ങോട്ടൊന്ന് തിരിച്ചാടാ, അവിടെ എന്തോ സാധനം അനങ്ങുന്ന പോലെ കണ്ട്. ഞാൻ അതുവഴി പോവേ. എന്റെ പൊന്നെ, ഇങ്ങോട്ട് ഇറങ്ങി വാ, കാര്യമുണ്ട്. വയ്യ വന്ന് അവിടെ സൈഡിൽ കോരിക്കും. അത് തന്നെ വരാല് കാരി. ഒരു വെടിക്കെട്ട് വരാൽ. ഗൈസ് ഒരു വെടിക്കെട്ട് വരാല് കണ്ട. വരാല് തന്നല്ലേ? അല്ല വരാലാണ്. ആ സൂപ്പർ വരാ. ആ പാത്രം എടുത്തേ ഗൈസ്. ഒരു അടിപൊളി വരാല് കണ്ട, നല്ല കിടുക്കം വരാല് കണ്ട. കണ്ട ഇത് വരാലല്ലേ? അത് സാധനം കൊള്ളാം. ഇത് കണ്ട ചേറായി ഗൈസ്. നീ കൂടെ ഇറങ്ങ. എനിക്ക് പേടിയാ. തിരിച്ചോ, ഇങ്ങോട്ട് തിരിച്ചേടാ. എന്താ അല്ല ഇതിനകത്താണോ മറ്റേനകത്താണോ അറിയത്തില്ല. ആ എന്റെ കാലിൽ അവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഗോവിന്ദേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യൂ. ഉമിഞ്ഞ് കിടക്കുന്നില്ലേ? ഉമിഞ്ഞ് കിടക്കുന്നതിന് ഇപ്പുറത്ത് ഒരു കൈവല കിടക്കുന്നു. ഉടൻ വരെ പോണം. പോകണമെങ്കിൽ കാര്യ എനിക്ക് വരാം. അത് അതിനകത്തൊന്നും വലിയ മീൻ ഇറങ്ങി, ചെറിയ മീൻ ഇറങ്ങി പോകത്തില്ല. അതുകൊണ്ട് വെള്ളത്തിൽ കൊണ്ട് പറഞ്ഞാ ഈ വല കൊണ്ടുവരും. ഈ കാര്യം ആരെങ്കിലും കൊണ്ടുപോകണം. കാര്യനെ കാര്യനെ മുന്നേ കൊടുക്കാം.
പിടിച്ചോണം. പിടിച്ചോ. അങ്ങനെ പോയി കുറഞ്ഞിട്ട് എന്നിട്ട് അതിനെ ഇങ്ങ് എടുത്ത് എന്നിട്ട് അങ്ങോട്ട് മാറ്റി ചാടിയിൽ പോകത്തില്ല. ഇപ്പുറം വരാലല്ലേ? ഉണ്ട്. ആ തന്നെയല്ലേ ഗൈസ്? അടുത്തന്നെ കിട്ടി. അടുത്ത വരാനും കിട്ടി. ബാബാ കാണിച്ചു തരാം. ബാബാ അടുത്ത വരാനും കിട്ടി ഗൈസ്. ചെറുമീനാ കേട്ടോ. ചെറുമീനല്ലേ ഇത്? വരാലാണോ ഗൈസ്? അടുത്തന്നെ കിട്ടി കേട്ടോ. ഓക്കെ, നമുക്ക് ഇപ്പൊ കിട്ടിയ രണ്ടും വരാല് പോലെ കാശി അങ്ങോട്ട് പോലെ കുഞ്ഞാ കാണത്തില്ല. അവിടെ നോക്കാം. ഗോവിന്ദ ചേട്ടൻ വരട്ടെ. വരാലാടാ അത്? കാര്യാണോ? പൊളി. നല്ല വെട്ടിക്കിട. ഇതൊന്ന് കളഞ്ഞേ, നമ്മൾ കാണിക്കാം. അങ്ങോട്ട് ഗൈസ് ഒരു അടിപൊളി കാരി സെറ്റ്. ഒരു അടിപൊളി കാരി. എങ്ങനെയുണ്ട്? ആ കോരി വലങ്ങാരോ? ഞാനും കോന്നുണ്ട്. അവിടെ പോയി നോക്കിട്ട് വരാം. മീനുണ്ടെങ്കിൽ വരാം. എന്തുവാണ് ഇത്? ഇല്ല. വരാല് അടുത്ത്. ഇത് എവിടെ ഇട്ട്? അതിനകത്ത് തന്നെ കേട്ടോ. പോയി അതിനകത്ത് ഇട്ടാണ് ഞാൻ മാറ്റാം. നമുക്കിപ്പോ വേറുമല്ലോ. ഇനിയുണ്ട് വരാലിനകത്ത്. നല്ല വലിപ്പോളാകുമ്പോലേ നല്ല വറുത്ത നല്ല അടിപൊളി ടേസ്റ്റ്. കാണിച്ചേ കണ്ടാ? വലിപ്പമുള്ള കല്ലട മുട്ടി കേട്ടോ. നാടൻ 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 നാടൻ. ഇല്ല ആവേശം കയറിപ്പോയി. ചെടിക്കാത്താന്നേ ഉള്ളൂ. ഗൈസ് ദേ കൊച്ചിച്ചന്റെ മോനും അങ്ങനെ ഇറങ്ങി കേട്ടോ. അവൻ കാര്യം എന്തോ ഉണ്ടെന്ന് പറഞ്ഞവൻ തിരിച്ചു കയറുവാണ്. എനിക്കും പേടിയുണ്ട്. ഓ അയ്യോ അതെ ഇതേ കാല് ഞരമ്പ്. ഗൈസ് ഒരെണ്ണം കിട്ടി കേട്ടോ. ഒരു കുത്ത് കിട്ടി കേട്ടോ. പക്ഷെ എന്നാലും വിടത്തില്ല. നല്ല സൂപ്പർ സാധനമാണ്. ഞാൻ വിടത്തില്ല. കുത്ത് കിട്ടിയാലും ഞാൻ വിടത്തില്ല ഗൈസ്. ഇന്ന് മീൻ പിടിച്ചിട്ടേ. ഒരു എനിക്ക് ആ ചേറിനകത്ത് മുക്കി വെച്ചാൽ മതി. അപ്പൊ പെരുപ്പങ്ങ് മാറും. അതല്ലടാ ആ പെരുപ്പ് മാറിക്കോളും. ഇതിനകത്ത് കുത്തി വെച്ചാ അല്ല വരാല
വരാല അയ്യോ അത് ഇപ്പൊ ആ കുത്താനെ ഞാനിപ്പോ ചാടി കയറിയാനെ. അത് പിടിക്കണ നിങ്ങള് പിടിക്കാന്നൊക്കെ പറയും വെട്ടം പോണിങ് കിട്ടിയോ? ഒരു ചെറുതാട്ടോ. അനക്കോ അതെടുക്കടി ഗൈസ്. അവനങ്ങനെ ഇരിക്കാണ്. അവന്റെ സന്തോഷം, കാശിയുടെ സന്തോഷം കേട്ടോ ഗൈസ്. കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടോ ഓരോരുത്തരായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് പിടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അടുത്ത് തന്നെ കിട്ടിയാടാ. അടിപൊളി വരാല്. ലാസ്റ്റ് നമ്മൾ വെള്ളത്തിലിട്ട് എല്ലാം കഴുകിയിട്ട് അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ടോർച്ച് അങ്ങ് എടുത്ത് വെക്ക്. അടുത്തൊരു വരാലും കിട്ടിയോ? എല്ലാം വലിയ വരാല കേട്ടോ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അടുത്തോട് കാണിക്കാം. എല്ലാം വലിയ വരാല് കണ്ടോ, അടിപൊളി വരാല് കണ്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഈ കുഴിയിലാണ് തീർന്നു കേട്ടോ. ഇനി അപ്പുറത്തൊരു 2-3 വരാനുണ്ട്. നമുക്ക് ലാസ്റ്റ് നമ്മൾ കരക്ക് കയറിയിട്ട് മീനെല്ലാം കഴുകിയിട്ട് കാണിച്ചു തരാം. അത് കണ്ടതേ കാശി ചേറിനകത്ത് കിടന്ന് മറിയുവാ കണ്ടോ. കണ്ടോ അവിടെ കിടന്ന ഷട്ടേല ഇത് കണ്ടോ, മുഴുവൻ കുണ്ടിയും തല്ലി വീഴുന്ന. ദേ ഇവിടെ വേറൊരാളെ ഇപ്പൊ ഉണ്ട്. ദേ ഇവിടേക്ക് കണ്ടോ. കണ്ടോ കൊച്ചുചേൻ്റെ മോനാ കേട്ടോ. പുള്ളിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. കാരണം പുള്ളി പഠിച്ചതെല്ലാം പുറത്തായോണ്ട് ഇപ്പൊ പുള്ളിക്ക് ചേറിനകത്ത് കയറി മറിയാന്നുള്ള ഇഷ്ടമാണ്. അവനും കാശിയും കൂടെ ആണ് കിടന്ന് മറിയുന്നത്. കണ്ടോ 2 പേരുടെ ദേഹത്തെ ചെളി കണ്ടോ, കിടന്ന് മറിച്ചില്ല ചെളിക്കകത്ത്. അങ്ങോട്ട് പോ അമ്പാടി. അമ്പാടി അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നു. കാരിയാണ്, മൊത്തം കാരി. എന്നറിയോ, എനിക്കിട്ട് 2 എണ്ണം കിട്ടി. കാലിനിട്ടും കിട്ടി, കൈക്കിട്ടും കിട്ടി. കണ്ടോ കാണിക്കുന്നുണ്ടോ ഈ കുരുപ്പ് എൻ്റെ ദേഹത്ത് മുഴുവൻ. ചേറ് പറ്റി ഞാൻ ഷർട്ട് ഊരിയിട്ട് നിൽക്കുക. കണ്ടോ ആ കുരുപ്പ് കാണിക്കുന്നുണ്ടോ? കണ്ടോ ഗൈസ്, അതുണ്ടോ ആ വലിപ്പമുള്ള കാര്യമായിട്ട് ഞങ്ങൾ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ലാസ്റ്റ് നമ്മൾ കയറി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്തുമാത്രം ഉണ്ടെന്നുള്ള മീൻ. നമുക്ക് വലിയ വരാൽ കിട്ടിയാലും നമ്മൾ വെള്ളത്തിൽ ഇട്ടിരിക്കുക. അത് അങ്ങ് നമ്മൾക്ക് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ആറ്റി കഴുകിയിട്ട് വൃത്തിയായിട്ട് കാണിച്ചു തരാം എന്നൊക്കെ മീൻ കിട്ടിയെന്ന്. ഇതാണ്ട് ഇനി ഇതേണ്ട നിങ്ങൾക്ക് കാണാറതേ. അതാണ്ട് ആ കാണുന്ന ഭാഗത്ത് വരാൽ കിടപ്പുണ്ട്. ഇപ്പൊ 2 വരാലിനെ അവിടെ നിന്ന് പിടിച്ചു. ആ ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേറ് മുഴുവനും എൻ്റെ കണ്ണിനകത്തോട്ട് കയറി. ഇപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഇപ്പൊ നിർത്തിയിട്ട് അങ്ങോട്ട് പോവാ. ഓക്കെ, മീൻപിടുത്തം തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മള് മീൻപിടുത്തം നിർത്തുക കേട്ടോ. ഒന്ന് സമയമായി, പിന്നെ കിട്ടാവുന്ന മാക്സിമം നമ്മൾ പിടിച്ചിട്ടുണ്ട്. കാര്യം വരാലിനെല്ലാം നമ്മൾ തപ്പിയിട്ട് നമ്മുടെ കണ്ണിന് കണ്ട വരാലിനെല്ലാം നമ്മൾ പിടിച്ചു. അപ്പം ഇനി നമുക്കിതെല്ലാം ഒന്ന് കയറ്റുക, ബാക്കി മീനെല്ലാം ഒന്ന് കഴുകണം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അമ്പാടിയുണ്ട്, ഗോവിന്ദനുണ്ട്, ഞാനുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എന്തുമാത്രം മീൻ കിട്ടിയെന്നുള്ളത് പക്ക കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ കയറാം. നമുക്ക് കിട്ടിയ മീനാണ് കേട്ടോ. ഇത്ര വേണ്ടതേ ഒരു എങ്ങനെ കളിച്ചാലും ഒരു
2 കിലോയ്ക്ക് മേളിലുണ്ട് വരാൽ. കണ്ടത് ഇത് കണ്ടതേ കണ്ടോ, ഇത് കൈ നിൽക്കുന്നില്ല. ഞാൻ നീളം കാണിച്ചു തരാം. എൻ്റെ നീളമുണ്ട്. കണ്ടോ, എൻ്റെ നീളമുണ്ട് വരാലിന്. കിട്ടിയ ഏറ്റവും വലിയ വരാൽ കണ്ടത്. കണ്ടോ, കൈ നിൽക്കുന്നില്ല. അങ്ങനത്തെ വരാലാണ് എല്ലാം. കണ്ടോ, നല്ല അടിപൊളി വരാൽ. കാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് അച്ഛൻ ആ കാര്യമൊക്കെ കണ്ടോ, അടിപൊളി ഒരു കാര്യമുണ്ടോ, അടിപൊളി സാധനം കണ്ടോ. അങ്ങനെ അതിൻ്റെ അകത്തിട്ടെ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ മീൻപിടുത്തം എല്ലാം നിർത്തി നമ്മൾ കടവ്, നമ്മുടെ വീടിൻ്റെ മുന്നിലത്തെ കടവിൽ വന്ന് ആറ്റിലെല്ലാം മീനും കഴുകി നല്ല വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് മീനെ കാണിച്ചത് ഇത് ഇടത്തരം കാര്യമാണ് കേട്ടോ. പുളുന്ത് കാര്യമെല്ലാം നമ്മൾ കളഞ്ഞു. പിന്നെ കൊച്ചിച്ചൻ അപ്പുറത്ത് ഫാമുള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് മീനെ വളർത്തുന്നുണ്ട്, വാഹ അതുമെല്ലാം. അപ്പം കൊച്ചിച്ചനെല്ലാം തിരിഞ്ഞു കൊടുത്തു. അതുകൊണ്ട് കൊച്ചിച്ചൻ വെള്ളത്തിൽ കൊണ്ടിട്ടു. ഇത് വേണ്ട വരാൽ നമുക്കൊരു എല്ലാം കൂടെ ഒരു 3 കിലോയ്ക്ക് അടുത്ത് വരാൽ കിട്ടിയിട്ടുണ്ട്. എല്ലാം വലിയ വരാല കേട്ടോ. ഒരു 1-2 എണ്ണം പുളുന്ത് വരാൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരി, ഇടത്തരം കാരി ഒരു 2 കിലോ ഉണ്ടല്ലേ. 2 കിലോയ്ക്ക് മേളിൽ ഇടത്തരം കാര്യമുണ്ട്. വലിയ കാര്യമുണ്ടോ, അതൊരു 1 കിലോ 1.5 കിലോ എല്ലാം വലിയ കാര്യമാണ്. പിന്നെ നല്ല അടിപൊളി കല്ലടമുട്ടി അതും ഉണ്ട് കേട്ടോ. അതും എല്ലാം കൂടി ഒരു 1 കിലോ ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഇന്ന് നമ്മൾ ഈ ഞായറാഴ്ച ദിവസം നമ്മൾ മീൻ പിടിച്ചിട്ട് നമുക്ക് വൈകിട്ട് കിട്ടിയപ്പം ഏകദേശം 10-10:30 11 മണി അല്ലേ, 11 മണി ആറായി. ഞങ്ങൾക്ക് ഇനി എല്ലാം ഒന്ന് കുളിക്കണം, മോട്ടറെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പം നമ്മുടെ മീൻപിടുത്തം എല്ലാം അവസാനിച്ചു. മീനുകളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. വരാൽ, വലിയ കാരി കിട്ടി, ചെമ്പല്ലി അതായത് കല്ലടമുട്ടി, പിന്നെ നമ്മുടെ ഇടത്തരം കാരി. ഇത്ര മീൻ നമുക്ക് കിട്ടി. മീൻപിടുത്തം നമുക്ക് നഷ്ടമൊന്നുമില്ലായിരുന്നു. നമ്മളിത് വിൽക്കാനൊന്നുമില്ല കേട്ടോ. നമ്മളൊരു ഏകദേശം ഒരു കണക്കാണ് പറഞ്ഞത്. അത് കൂടുതലേ കാണത്തുള്ളൂ തൂക്കം. നമ്മൾ വിൽക്കാനൊന്നുമല്ല. ഇപ്പോൾ അമ്പാടി വീട്ടിൽ കറി വെക്കാൻ കൊണ്ടുപോകും, ഞാനെടുക്കും. കൊച്ചിച്ചൻ്റെ മോനുണ്ടായിരുന്നില്ല കണ്ടല്ലോ, അവനെടുക്കും. ഞങ്ങളെല്ലാവരും കൂടി പങ്കിട്ടെടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ വിൽപ്പനയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ മീൻപിടുത്ത വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം ഒന്നും കൂടി എല്ലാവർക്കും ബൈ, എല്ലാവർക്കും ശുഭരാത്രി.